പുണ്യാത്മാക്കളെ, വിചാരധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം സർവൈശ്വര്യ പൂജയും അതിൻ്റെ തത്വവും. ശ്രീ മൂകാംബിക ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീടുകളിൽ ദാരിദ്ര്യം മാറാനും ഐശ്വര്യമുണ്ടാവാനും മുൻകാലങ്ങളിൽ വിളക്ക് പൂജ എന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, നടത്തിപ്പോരുമായിരുന്നു. ദേവിയെ പൂജിക്കലാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ ചെയ്യുന്നവർ പൂജാമുറിയിൽ വിളക്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു നാക്കില കിഴക്കോട്ടിട്ട് വിളക്ക് വെച്ച് 2, 3, 5 തിരിയിട്ട് വിളക്ക് കത്തിച്ച് ഒരാളോ 2 ആളോ 4 ആളോ ഇരുന്ന് അർച്ചന ചെയ്യാം. പുഷ്പങ്ങൾ നന്നാക്കി നമ്മുടെ മുന്നിൽ വെക്കണം. അർച്ചിക്കുന്ന ഇലയിലും നമ്മൾ പുഷ്പം വച്ചിരിക്കുന്ന ഇലയുമായിട്ട് ബന്ധം പാടില്ല, വിട്ടിരിക്കണം. അതിനു മുമ്പ് ധ്യാനം മനസ്സിൻ്റെ ഏകാഗ്രതയ്ക്ക് എന്നൊരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണുക, കണ്ട് മനസ്സിലാക്കി ആ രീതിയിൽ ധ്യാനം അഭ്യസിക്കുക, അതിൽ പറഞ്ഞ പോലെ. അങ്ങനെയാവുമ്പോൾ നമുക്ക് പിന്നെ അർച്ചനയിലേക്ക് പ്രവേശിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ, ധ്യാനം കഴിഞ്ഞാൽ നാം ലളിതാ സഹസ്രനാമം അല്ലെങ്കിൽ ത്രിശതി, സഹസ്രനാമം 1000, ത്രിശതി 300. നിങ്ങളുടെ സമയത്തിൻ്റെ ഒക്കെ അനുസരിച്ച് അത് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ആ മന്ത്രം ചൊല്ലി പുഷ്പം അർപ്പിക്കുക. പിന്നീട് ശാന്തിപാഠം ചൊല്ലി സമാപിക്കാം. ശേഷം വിളക്ക് തിരിയെല്ലാം കിഴക്ക് ഭാഗത്തേക്ക് ചേർത്ത് വെച്ച് ഒരു ഇലക്കഷ്ണം കൊണ്ട് അമർത്തിയോ വീശിക്കെടുത്തി ആ തിരി വീണ്ടും വിളക്ക് ഒന്ന് ഇളക്കി വെച്ചിട്ട് കത്തിക്കാം. പിന്നെ നമസ്കരിക്കാം. ആ അർപ്പിച്ച പുഷ്പം ശുദ്ധമായ സ്ഥലത്ത് ഇടുക, അല്ലെങ്കിൽ തുണിയിലോ എന്തെങ്കിലും കെട്ടി തൽക്കാലം എവിടെയെങ്കിലും ഒരു മൂലയിൽ തൂക്കിയിടാം. അങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ അതിൻ്റെ ഒരു ചെറിയ തത്വമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. വിളക്ക് ഇരിക്കുന്ന സ്ഥലം മൂലസ്ഥാനം അഥവാ ശ്രീകോവിൽ എന്ന് പറയും. വിളക്ക്
ബിംബം എന്ന് സങ്കല്പിക്കാം. അതിലെ ദീപത്തിൻ്റെ പ്രകാശമാണ് ചൈതന്യം. മന്ത്രം ദേവതയും. തിരി, എണ്ണ, അഗ്നി ഇവ മൂന്നും ത്രിഗുണങ്ങൾ. സത്വഗുണം, രജോഗുണം, തമോ ഗുണം, അല്ലെങ്കിൽ ത്രിമൂർത്തികളെന്ന് പറയാം. കാളി, ലക്ഷ്മി, സരസ്വതി. ഇതേ രക്ഷയായിരിക്കുന്നത് എണ്ണയാണ്. എണ്ണയില്ലെങ്കിൽ വിളക്ക് തിരിക്കത്തില്ല, പുകഞ്ഞു പോകും. അപ്പോൾ എണ്ണയാണ് രക്ഷിതാവായിരിക്കുന്നത്. അത് ജ്ഞാനത്തിൻ്റെ ഉടമയായ അല്ലെങ്കിൽ സത്വഗുണപ്രധാനമായ സരസ്വതിയാണ് സങ്കല്പിക്കുന്നത്. എണ്ണയുടെ സഹായത്താൽ തിരി കത്തുന്നു. തിരി എണ്ണം കൂടുന്നതനുസരിച്ചിട്ട് കത്തിക്കുമ്പോൾ പ്രകാശം വർദ്ധിക്കുന്നു. അപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളത് രജോഗുണ സ്വഭാവമാണ്. രജോഗുണത്തിൻ്റെ സങ്കല്പം ദേവത ലക്ഷ്മിയാണ്. അപ്പോൾ തിരി ലക്ഷ്മിയായി ആകുന്നു. എണ്ണയുടെ സഹായത്താൽ തിരി അഗ്നിയെ സ്വീകരിച്ചിരിക്കുന്നു. അഗ്നി തിരിയെയും എണ്ണയെയും നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അല്ലെങ്കിൽ തിരി കത്തുന്ന അനുസരിച്ച് എണ്ണ കുറഞ്ഞുകൊണ്ടേ വരുന്നു. എണ്ണ കുറയുമ്പോൾ തിരിയും കത്തിപ്പോകും. അപ്പോൾ രണ്ടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ സംഹാരം അത് തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ്. അതിൻ്റെ മൂർത്ത കാളിയാണ്. അപ്പോൾ മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി 3 പേരെ സാന്നിധ്യം അവിടെയുണ്ട്. പിന്നെ കൂട്ടി വായിക്കുമ്പോൾ പരാശക്തി എന്ന് പറയാം. പരമമായ ശക്തി വിശേഷം. ഇനി നമ്മൾ ചന്ദനത്തിലൂടെ കത്തിച്ചു വച്ചിട്ടുണ്ടാവും. അതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുന്നു. കത്തുന്നതനുസരിച്ച് അതിൻ്റെ നീളം കുറയുന്നു. അതിലെ അടങ്ങിയിരിക്കുന്ന ഗുണം മണമാണ്, വാസന. ആ വാസന അന്തരീക്ഷത്തിൽ വ്യാപിക്കുന്നു. ആർക്കും ശ്വസിക്കാം. പരോപകാരമായി ചെയ്യുന്നു. കത്തി നശിച്ചു പോകുന്നു. ഇതുപോലെ തിരിയാകുന്ന മനുഷ്യ ശരീരം കർമ്മമാകുന്ന അഗ്നിയാൽ കത്തിക്കൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ നശിച്ചുകൊണ്ടേയിരിക്കുന്നു. തിരി കത്തി ഭസ്മമായതുപോലെ ഒരു ദിവസം ഈ ശരീരവും ഭസ്മമാകും, സംശയമില്ല. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് കർമ്മം ചെയ്യുന്നത് ചന്ദനത്തിരി വാസന പരോപകാരമായി കൊടുത്തതുപോലെ നമ്മളും പരോപകാരമായി ചെയ്യണം എന്നാണ് ആ ചന്ദനത്തിരി സൂചിപ്പിക്കുന്നത്. പിന്നെ വിളക്കിലെ തിരി കിഴക്കും പടിഞ്ഞാറും ഇട്ടത് ഉദയം അസ്തമയം അതിന് സൂചിപ്പിക്കുന്നു. പുഷ്പം അത് ഹൃദയത്തിന് സൂചിപ്പിക്കുന്ന ഹൃദയപുഷ്പം എന്ന് പറയാറുണ്ട്. ഹൃദയ കമലം പുഷ്പം എന്ന് പറയുന്നു. ഇതാണ് സർവേശ്വര പൂജയുടെ ലളിതമായ രീതിയിലുള്ള തത്വങ്ങളും കാര്യങ്ങളും. ഇത് ചെയ്യുന്നവർക്കും
വീടിനും ഐശ്വര്യമുണ്ടാവും. നടക്കട്ടെ. എല്ലാ വീടുകളിലും ചെയ്യാവുന്നതാണ്. കൂട്ടമായ ക്ഷേത്രങ്ങളിലും അവിടെ എവിടെയും ചെയ്യുമ്പോൾ അതിന് ആചാര്യന്മാരുണ്ടാകും. അത് പറയുന്നത് കേട്ട് ചെയ്താൽ മതി. ഹരി ഓം.